السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. നാം എല്ലാ മേഖലകളിലും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിച്ച് നാം ജീവിക്കുക. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു ആ പട്ടണത്തിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നാം പരമാവധി ധാരാളമായി വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും പഠിക്കുന്ന വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാൻ നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക. പഠിച്ചതായ കാര്യങ്ങളെ നാം പ്രാവർത്തികമാക്കുവാൻ നാം ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കൾക്ക് ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കുന്നതിൽ നാം മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കളെ ഒരു ആലിമാക്കുവാനും ഒരു ആലിമത്താക്കുവാനും നാം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ വിശുദ്ധമായ ഖുർആൻ പഠിച്ചെടുക്കുകയും ആ വിശുദ്ധ ഖുർആനിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഹദീസുകൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ ഗൗരവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ നാം നമ്മുടെ മക്കളെ ആക്കുക. അതിനാലാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അൽ ഉലമാഉ വറസത്തുൽ അൻബിയാ. ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ നാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം പഠിച്ച വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാൻ നാം ശ്രദ്ധിക്കുക. ഒരാൾക്ക് ധാരാളം പണമുണ്ട്, പക്ഷേ ആ പണം ദീനിൻ്റേതായ മാർഗത്തിൽ ഉപകരിച്ചെങ്കിൽ മാത്രമേ ആ പണം കൊണ്ട് ഉപകാരമുള്ളൂ. ഒരാൾ വലിയ പണ്ഡിതനാണ്, പക്ഷേ ആ പാണ്ഡിത്യം ജനങ്ങളിലേക്ക് എത്തിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ആ പാണ്ഡിത്യം കൊണ്ട് ഉപകാരമുള്ളൂ. അങ്ങനെ ആ വിജ്ഞാനങ്ങളെ നാം നാഫിയാക്കുവാനും തഖ്വയിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക. അങ്ങനെ നാം ഹസദ്, കിബ്ർ, റിയാ പോലത്തവയിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു
അദിക്കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെ നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.